ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാണ്ട് എടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ആക്ച്വലി ഞാൻ ആദ്യം വീഡിയോ എടുക്കാനൊന്നും കരുതിയില്ല. പിന്നെ ഞാൻ വിചാരിച്ചൊരു ഷോർട്ടായിട്ട് എടുക്കാം, ചെറുതായിട്ടൊരു ഷോർട്ട് വീഡിയോ പോലെ ഇടാമെന്നുള്ളത്. പിന്നെ എടുത്തെടുത്ത് വന്നപ്പോഴത്തേക്ക് വലിയ വീഡിയോ ആയി. എന്നാൽ പിന്നെ ഒരു ലോങ് വീഡിയോ തന്നെ ആയിക്കോട്ടെ എന്ന് കരുതി. കാരണം ഇതിനിപ്പം ക്രോപ്പ് ചെയ്ത് എടുക്കണമെങ്കിൽ ഒത്തിരി ടൈം എടുക്കും ഷോർട്ട് വീഡിയോ ആക്കാനായിട്ടാണ്. എന്നാൽ പിന്നെ ലോങ് വീഡിയോ തന്നെ ഞാൻ ഇട്ടേക്കാമെന്ന് കരുതിയിട്ട് അങ്ങനെ ഞാൻ ഇത് വീഡിയോ എഡിറ്റ് ചെയ്യാൻ തുടങ്ങിയതായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മളുടെ മോളുടെ ബർത്ത്ഡേ ആണ് കേട്ടോ. അജേട്ടൻ്റെ സിസ്റ്ററിൻ്റെ മോളുടെ ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട്. വീട്ടിൽ ഉച്ച 12:30 കഴിഞ്ഞു കേട്ടോ. അവിടെ എത്തുമ്പോഴത്തേനും അമ്മയുണ്ടായിരുന്നു കൂടെ. അപ്പോൾ ഞങ്ങൾ അവിടെ ഇരുന്നിട്ട് എന്താ പറയുക, വാട്ടർ മെലോണൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഞാൻ ചുമ്മാ ഒന്ന് ഷോർട്ടായിട്ട് ഇങ്ങനെ എടുത്ത് പോകാമായിരുന്നു. പിന്നെ അത് ലോങ് വീഡിയോ ആയി മാറി കേട്ടോ. എനിവൈസ് ചെറുതായിട്ട് അവിടെ ഡെക്കറേറ്റ് ചെയ്തൊക്കെ ചെയ്തിട്ടുണ്ട്. ചെറിയൊരു തീമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ എസമോളുടെ കുറേ എന്താ പറയുക ടോയ്സും അതും ഇതൊക്കെ സെറ്റ് ചെയ്തിട്ട് നല്ല ക്യൂട്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. അപ്പോൾ കുറേ ബലൂണൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എസമോൾ ഇവിടെ ഇല്ലായിരുന്നു കേട്ടോ. പുറത്ത് എവിടെയോ പോയിട്ടാണുള്ളത്. ഇപ്പോൾ വരുകയുള്ളൂ. അപ്പോൾ ആ ഒരു സമയം ഞങ്ങൾ അവിടെ എത്തിയ പിന്നെ അമ്പാടി അവളുടെ ബൈക്കിൽ കയറി കളിക്കുമായിരുന്നു കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും അത് കയറിയ പിന്നെ ഇറങ്ങുന്നേ ഇല്ല കേട്ടോ. അതിൽ ഓട്ടത്തിലായിരുന്നു. പിന്നെ ഇനിയിപ്പം അത് വാങ്ങണമെന്നും പറഞ്ഞിരിക്കുന്നുണ്ട്. അവരാദ്യം എന്താ പറയുക നിർബന്ധിച്ചിട്ടൊന്നുമില്ല. പിന്നെ അജേട്ടനും അമ്മയും പറഞ്ഞപ്പം കിട്ടിയാൽ കൊള്ളാം എന്നുള്ള രീതിയിൽ, അല്ലാണ്ട് അവനായിട്ട് അങ്ങനെ ബൈക്ക് വേണമെന്ന് അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. കുറേ സമയം അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അമ്മയൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ബൈക്ക് വേണം. ആദ്യമൊന്നും ഓക്കെ അടിച്ചില്ല. പിന്നെ മേടിച്ചാൽ കൊള്ളാം എന്നുള്ള രീതിയിലായിരുന്നു. അപ്പോൾ ഞാൻ ചുമ്മാ ഇവിടുന്ന് ഇങ്ങോട്ട് നടങ്ങിന്ന് കളിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ അക്വേറിയത്തിൽ മീനൊക്കെ കണ്ടേ. പിന്നെ ഞാൻ എപ്പോഴും വന്നാൽ നോക്കാറുള്ളതാണ്. എന്നാലും ഞാൻ അവിടുത്തെ കുഞ്ഞ് വീഡിയോ ഒക്കെ എടുത്തു. അതിനുശേഷം പിന്നെ അജിറ്റിൻ്റെ അടുത്ത് സംസാരിച്ചൊക്കെ അവിടെ ഇരുന്നു കേട്ടോ. പിന്നെ കിച്ചണിലൊക്കെ പിന്നെ നമ്മളെ സതിയമ്മേൻ്റെ കുറച്ച് റിലേറ്റീവ്സും അവരുടെ അടുത്ത ബന്ധുക്കളും ഒക്കെ ഉണ്ട് കേട്ടോ. അവരൊന്നും ഞാൻ അങ്ങോട്ട് പോയിട്ടായിട്ടൊന്നും എടുത്തിട്ടില്ല. ചെറിയൊരു ഷോർട്ട് വീഡിയോ പോലെ എടുക്കാമെന്നല്ലേ കരുതിയത്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ എല്ലാവരും എടുക്കുന്നുണ്ടായിരുന്നു പറ്റും പോലെയൊക്കെ. പിന്നെ ഞാൻ അങ്ങനെ വെൽ പ്ലാൻഡും കാര്യങ്ങളൊന്നും അല്ല. അതുകൊണ്ടൊരു ചെറിയൊരു വീഡിയോ ഏതായാലും എടുത്തു വന്നതല്ലേ, അങ്ങനെ ഇടാമെന്ന് കരുതി കേട്ടോ. പിന്നെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇപ്പോൾ വീഡിയോസൊക്കെ വളരെ കുറവാണ്. നമ്മൾ ഷോർട്സ് ആണെങ്കിലും ലോങ് വീഡിയോസൊക്കെ ആണെങ്കിലും എത്രയും പെട്ടെന്ന് അറ്റ്ലീസ്റ്റ് ഒരു നെക്സ്റ്റ് മന്ത് ഞാൻ എന്താ പറയുക ത്രൂ ഔട്ട് നല്ലപോലെ മെനക്കെട്ട് വീഡിയോ ഇടണം എന്നൊക്കെ ഞാൻ വളരെ അധികമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. എന്തായാലും ഞാൻ തിരിച്ചു വരും കേട്ടോ. കാരണം ഇനി അധികം നീട്ടാനൊന്നും ഉദ്ദേശിക്കുന്നില്ല. അങ്ങനെ കുറച്ച് സമയം അമ്പാടീൻ്റെ കളിയൊക്കെ കണ്ട് പിന്നെ ഞാൻ പുറകിലേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ നിന്ന് നമ്മളെ ടെമ്പററി ആയിട്ടുള്ള ടാറ്റൂ ഇല്ലേ, നമ്മളെ പെയിൻറ്റിങ് വെച്ചിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. നമ്മളെ സതിയമ്മേൻ്റെ സിസ്റ്ററിൻ്റെ മോളാണ് ഇപ്പോൾ ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ അച്ചുവിൻ്റെ അമ്മേൻ്റെ സിസ്റ്ററിൻ്റെ മോള് കേട്ടോ ചെയ്യുന്നത്. അവർ ബാംഗ്ലൂർ സെറ്റിൽഡ് ആണ്. അപ്പോൾ ലീവിനിപ്പോൾ എന്തോ വന്നതാണ് കേട്ടോ. അപ്പോൾ അവൾ ഇങ്ങനെ പുറകിൽ നിന്നുകൊണ്ട് ഈ പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അത് കണ്ടപ്പോഴത്തേക്കും അവൾ അമ്മ എന്നെയും വന്ന് വിളിച്ച് കൂട്ടിക്കൊണ്ടുപോയി കേട്ടോ സിന്ധു ചേച്ചി. അപ്പോൾ ചേച്ചി വന്നിട്ട് ടാറ്റു ചെയ്തോ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അമ്പാടിനെ ഞാൻ കുറേ വിളിച്ചുമൊക്കെ ചെയ്തു. അവൻ ആദ്യം മനസ്സിലായില്ല, അവൻ കളിക്കേണ്ട തിരക്കിലായിരുന്നു കേട്ടോ. പിന്നെ കുറേ കഴിഞ്ഞ് എൻ്റെ കയ്യിലൊക്കെ ചെയ്ത് കഴിഞ്ഞേ പിന്നെ അവനെ വിളിച്ച് കാണിച്ചു കൊടുത്തപ്പോൾ പിന്നെ എനിക്കും ചെയ്യണമെന്ന് പറഞ്ഞിട്ട് എൻ്റെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറേ അവരെ കസിൻസും റിലേറ്റീവ്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരെ ഓരോ കുട്ടികളുടെയും മുഖത്ത് ഇങ്ങനെ പെയിൻറ്റിങ്സ് ചെയ്യുമായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. നല്ല പെർഫെക്ഷനോട് കൂടി തന്നെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കുറച്ച് സമയം കണ്ടിരുന്നു. നമ്മൾ ബർത്ത്ഡേ ഒക്കെ ഒന്ന് കളറാക്കാമെന്ന് കരുതിയിട്ട് എല്ലാവരും കൂടെ കുഞ്ഞു മക്കളും കസിൻസും അവരുടെ കസിൻസും റിലേറ്റീവ്സും അവരൊക്കെ അത്യാവശ്യം കുറച്ച് പിള്ളേരൊക്കെ ചെയ്തായിരുന്നു കേട്ടോ. കയ്യിലും ഫേസിലും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനിതാ നമ്മളെ ഫോണിലിങ്ങനെ അവൾ കുറേ തീമൊക്കെ ചെയ്തതൊക്കെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാനും ഒന്ന് സെലക്ട് ചെയ്തു. അങ്ങനെ എൻ്റെ കയ്യിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്ക് എസമോൾ കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് എസമോൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവൾ പിന്നെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. പിന്നെ എന്താ പറയുക ബർത്ത്ഡേ കേക്കൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടി റെഡി ആയി നിൽക്കുമായിരുന്നു കേട്ടോ. പിന്നെ എസമോക്കും കയ്യിൽ എന്തെങ്കിലും ചെയ്യാമെന്ന് കരുതിയിട്ട് അവളും കട്ട വെയിറ്റിംഗ് ആയിരുന്നു അവിടെ. ഞങ്ങൾ ഓരോരുത്തർ ചെയ്ത് കഴിയുമ്പോഴത്തേനും ചടപടയെന്ന് കഴിയുന്നുണ്ടായിരുന്നു കേട്ടോ. അത്രയും സ്പീഡിലാണ് ചെയ്യുന്നുണ്ടായിരുന്നത്. എന്താ പറയുക നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ ആണെങ്കിലും നല്ല ഫിനിഷിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ലാസ്റ്റ് ലുക്ക് കാണാം കേട്ടോ. പിന്നെ കുറേ നാളായി ഇപ്പം എന്താ പറയുക ജോലിയും തിരക്കും ഓരോ കാര്യങ്ങളായിട്ട് ഇങ്ങനെ ഓട്ടപ്പാച്ചിലിൻ്റെ ഇടയ്ക്ക് ഇന്നിപ്പം ഇവിടെ എല്ലാവരുമായിട്ട് ഒത്തുകൂടിയപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടോ. പിന്നെ നല്ല എന്താ പറയുക നമുക്ക് ഓർത്ത് വെക്കാൻ പറ്റുന്നതൊക്കെയാണ് ഇത്. എല്ലാവരുമായിട്ട് ചിരിയും കളിയും ഹാപ്പിയായിരുന്നു ഫുൾ എല്ലാവരുമായിട്ട്. അതുകൊണ്ട് തന്നെ ഞാനൊരു ചുമ്മാ ഒരു വീഡിയോ എടുക്കാമെന്നും ഇടാമെന്നൊക്കെ കരുതി. അങ്ങനെ സമോളുടെ ലാസ്റ്റ് ഒരു എന്താ പറയുക ബട്ടർഫ്ലൈൻ്റെ ഒക്കെ ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെ ജസ്റ്റ് ഒരു ഫിനിഷിങ് ലുക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ സ്പീഡിൽ ചെയ്യുമായിരുന്നു കേട്ടോ. പെട്ടെന്ന് കഴിയുന്നുണ്ടായിരുന്നു. ഒരു 5 മിനിറ്റ് എടുക്കുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് കേട്ടോ. ഭയങ്കര ഫാസ്റ്റായിട്ടാണ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നത്.
പിന്നെ അമ്പാടിയുടെ ഫൈനലി സ്പൈഡർമാൻ്റെ എന്താ പറയുക ആ ഒരു ഫേസ് ആണ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. കുഞ്ഞൻ അത് മതിയെന്ന് പറഞ്ഞിട്ട് അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് കേക്ക് കട്ട് ചെയ്യാനായിട്ട്. എല്ലാവരും കട്ട വെയിറ്റിംഗ് ആയിരുന്നു ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം ഇപ്പോൾ സമയം എന്താണ്ട് 2:05 കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇനി എത്രയും പെട്ടെന്ന് കേക്ക് കട്ട് ചെയ്യണം. കേക്ക് കട്ടിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വേണം ഫുഡ് കഴിക്കാൻ. അങ്ങനെയൊക്കെ ആയിരുന്നു. എല്ലാവർക്കും വിശക്കുന്നുണ്ടായിരുന്നു കേട്ടോ ചെറുതായിട്ട്. അപ്പോൾ അവരെല്ലാവരും വെയിറ്റിംഗ് ആയിരുന്നു. ഞങ്ങൾ ഈ ഒരു എന്താ പറയുക കയ്യിൽ ഈ ടാറ്റു ചെയ്യുന്നത് പെട്ടെന്ന് ചെയ്ത് തീർക്കുക, എന്നിട്ട് വേണം കേക്ക് കട്ട് ചെയ്യാന്നൊക്കെ പറഞ്ഞ് കാത്തിരിക്കുമായിരുന്നു. നമ്മൾ കട്ട വെയിറ്റിംഗ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്ത് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ആ ഒരു തീം ഹെസമോളുടെയും അസ്നുവേട്ടൻ്റെയും ഒരു സെയിം ഒരു പാറ്റേൺ ആയിരുന്നു കേട്ടോ. ഡ്രസ്സ് ഏതാണ്ട് കറക്റ്റ് അച്ചു കഷ്ടപ്പെട്ട് എടുത്തതാണെന്ന് തോന്നുന്നു കേട്ടോ. പിന്നെ അങ്ങനെയെങ്കിൽ അച്ചുവിൻ്റെ ഒരു നല്ല അടിപൊളി ഡ്രസ്സായിരുന്നു. എന്തായാലും എല്ലാവരും നല്ല കോസ്റ്റ്യൂമൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഫൈനലി കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പാട്ടെന്തോ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എന്തോ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അച്ചു പോയിട്ടാണുള്ളത്. ആ സമയത്ത് ഞങ്ങൾ ചിലപ്പോൾ കട്ട വെയിറ്റിംഗ് ആയിരുന്നു. ഹെസമോൾ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് കേക്ക് കട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റിംഗ് ആയിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും അച്ചുവൊക്കെ വന്നു. പിന്നെ പാട്ടൊക്കെ സെറ്റ് ചെയ്തു കേട്ടോ. നമ്മൾ ഒരു ബർത്ത്ഡേൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കൊക്കെ സെറ്റ് ചെയ്തു. അതിനുശേഷം കേക്ക് കെട്ടാൻ വേണ്ടി ഇത് റെഡിയായി നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ ഹെസമോളുടെ 3ാമത്തെ ബർത്ത്ഡേ ആണ്. അപ്പോൾ എനിവേസ് ഹാപ്പി ബർത്ത്ഡേ. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്നപ്പം ബർത്ത്ഡേ ഒക്കെ കഴിയും. എനിവേസ് കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെ ഇതാ 3ാമത്തെ ബർത്ത്ഡേ നമ്മളിത് എല്ലാവരും കൂടെ ആഘോഷിക്കുകയായിരുന്നു കേട്ടോ. വീഡിയോ എത്രയും പെട്ടെന്ന് അപ്ലോഡ് ചെയ്യണമെന്ന് കരുതിയിട്ട് പിന്നെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് നമ്മൾ ബർത്ത്ഡേൻ്റെ കേക്ക് കട്ടിങ് മ്യൂസിക്കൊക്കെ നമ്മൾ വീഡിയോയിൽ വന്നാൽ എന്താ പറയുക കോപ്പിറൈറ്റ് ഇഷ്യൂസ് വരും. അപ്പോൾ അത് തിരഞ്ഞു പിടിക്കാനുള്ള സമയമില്ല കേട്ടോ. ബാക്ക്ഗ്രൗണ്ട് നമ്മൾ കേക്ക് കട്ടിങ്ങിൻ്റെ അത് ഞാൻ യൂട്യൂബിലിടുമ്പം അതിൻ്റേതായ റെസ്ട്രിക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊന്നും അതിനുള്ള സമയമില്ലാത്ത കാരണം ഞാൻ ഈ ഒരു മ്യൂസിക് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാണ് കേട്ടോ. എനിവേയ്സ് കേക്ക് കട്ടിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെ കേക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ ആദ്യം കേക്ക് കൊടുത്തിട്ടുണ്ടായിരുന്ന വീഡിയോ എനിക്ക് ഷോർട്സ് ആ ഒരു ക്ലിപ്പിങ് എന്താ പറയുക ഫോണിൽ പതിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഗൈസ്. അങ്ങനെ രണ്ടാമത് ഞാൻ ആ വീഡിയോയിൽ പിന്നെയും ഞാൻ കേക്ക് കൊടുക്കാൻ പോയപ്പോഴുള്ള ക്ലിപ്പിംഗ് ആണ് നിങ്ങൾക്ക് ഞാൻ ഏഡ് ചെയ്ത് തന്നിട്ടുള്ളത് കേട്ടോ, എൻ്റെ ഒരു പോർഷൻ. അപ്പോൾ എനിവേയ്സ് ഞങ്ങൾ നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു.
അപ്പോൾ അതൊക്കെ കഴിച്ചു. പിന്നെ ഞങ്ങളവിടെ കുറച്ച് സമയം മക്കളെ കളിയൊക്കെ കണ്ടിരിക്കുമായിരുന്നു. എസമോളും അമ്പാടിയും പിന്നെ ബാക്കിയുള്ള അവിടെയുള്ള കുട്ടികളും ഒക്കെ കളിക്കുമായിരുന്നു കേട്ടോ. അവരെ കളിയും ഒച്ചപ്പാടും ഒക്കെ എല്ലാവരും കൂടെ ഇങ്ങനെ ഒത്തുചേരുമ്പോൾ ഒരു അടിപൊളി എന്താ പറയുക നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. അപ്പം എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു. അതാ അമ്പാടിയും എസമോളും ഒക്കെ കളിക്കുകയാണ് കേട്ടോ അവിടുന്ന്. അതൊക്കെ കുറച്ച് നേരം കണ്ടിരുന്നു. എല്ലാവരും ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തോന്നും എനിക്ക് ഓർമ്മയില്ല, കാരണം ഞാൻ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ എടുത്തിട്ടുള്ളൂ. എന്താ പറയുക ഒരു ലോങ് വീഡിയോ ഫുൾ പ്രിപ്പയർ ഒന്നും ആയിട്ടല്ലല്ലോ വന്നത്. ഷടപടേന്ന് ഞാനൊരു ഷോർട്ട് വീഡിയോ ഇടാമെന്ന് കരുതിയിട്ട് അങ്ങനെ എടുത്തതായിരുന്നു. പക്ഷേ പിന്നെ ഞാനത് ലോങ് വീഡിയോ ആക്കുകയാണ്, എഡിറ്റ് ചെയ്യാനുള്ള സമയമൊന്നും ഇല്ലാത്തതുകൊണ്ട്. എനിവേസ് അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ മക്കളെ കളിയൊക്കെ കണ്ടിരുന്നു. പിന്നെ ഞങ്ങൾ അവിടുന്ന് കുറച്ച് TV ഒക്കെ കണ്ടു. ഇപ്പം 3-3:30 സമയം ഏതാണ്ട് ആയിട്ടുണ്ട് കേട്ടോ. അമ്പാടിനോ എസമോളും ഒന്ന് കുറച്ചെങ്കിലും കഴിച്ചെന്ന് തോന്നുന്നു. അമ്പാടി തിരിഞ്ഞ് നോക്കുന്നില്ല കേട്ടോ ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട്. കൊന്നിട്ട് അവന് എന്താ പറയുക ബൈക്ക് കൊണ്ട് കളിയും അവിടുന്ന് കളിയും ചിരിയും ഒക്കെ തന്നെയായിരുന്നു. ഞാൻ കുറേ ഫോഴ്സ് ചെയ്തു ഫുഡ് എടുക്കട്ടെ എന്തായാലും വേണ്ട തന്നെ. പിന്നെ വീട്ടിലെത്തിയപ്പോഴത്തേക്ക് നല്ല വിശന്നു തോന്നുന്നു കേട്ടോ. അപ്പോൾ പോയ പാട് ഞാൻ ഫുഡൊക്കെ എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. ബൈ. ഒരു ബുള്ളറ്റ് ബുള്ളറ്റ് അതൊരു കാണാനാ ബുള്ളറ്റ് വാങ്ങാൻ പോയാ ബുള്ളറ്റ് മാറ്റി വരുന്ന ബുള്ളറ്റ് വാങ്ങാൻ പോയാ